ഇപ്പോൾ ഹിന്ദു ഐക്യവേദി പ്രസിഡന്റ് ശ്രീ ആർ വി ബാബു ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ആർ വി ബാബു, അങ്ങയുടെയും പോസ്റ്റ് കണ്ടിരുന്നു. ഫേസ്ബുക്കിൽ വളരെ നിശിതമായ വിമർശനം തന്നെയാണ്. ഇപ്പോൾ സ്വാമി ചിദാനന്ദപുരിയും അതേ നിലയിൽ വിമർശനം തുടരുകയാണ്. ഇതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കലായി മാറിയതായി BJPയും ആ നിലയിൽ തന്നെ രൂപപ്പെട്ടതായി നിങ്ങൾക്ക് ആക്ഷേപമുണ്ടോ? ഞാൻ ഇതിനെ പൊളിറ്റിക്കൽ എന്നുള്ളൊരു വിഷയമായിട്ടല്ല, ഞാനതിന്റെ മെറിറ്റാണ് ഞാൻ ചർച്ച ചെയ്തത്. ഒരു കേസും പ്രോസിക്യൂഷനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ആ കേസ് തീരാൻ പാടില്ല. പ്രോസിക്യൂഷൻ സ്വതന്ത്രമായിട്ട് ആ കേസ് നടത്തട്ടെ. അതിന്റെ മെറിറ്റ് പരിശോധിച്ചിട്ട് കോടതി ജാമ്യം കൊടുക്കേണ്ടതാണോ അല്ലെങ്കിൽ കൊടുക്കേണ്ടാത്തതാണോ എന്നുള്ളത് കോടതി ഡിസൈഡ് ചെയ്യട്ടെ. പ്രോസിക്യൂഷന്റെ ധർമ്മം നിർവഹിക്കേണ്ടതാണ് എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. ഇത് ഭാവിയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നതായിരുന്നു പോയിന്റ്. ഇപ്പോ അമിത്ഷാ നേരിട്ട് ഞാൻ അങ്ങനെ ഇടപെട്ടു എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇവര് പറയുന്നു, LDF UDF MP-മാര് പറയുന്നു, അതേപോലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്നു, കേന്ദ്രം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. എനിക്കറിയില്ല, അതിനെക്കുറിച്ച് എനിക്ക് അതിനെ കുറിച്ച് അറിവില്ല. പക്ഷേ അതങ്ങനെ ഉണ്ടെങ്കിൽ, അതനുസരിച്ചിട്ടാണ് ഈ ജാമ്യം കൊടുത്തതെങ്കിൽ കേസിന്റെ മെറിറ്റിലേക്ക് ഈ കോടതി പോയിട്ടില്ല. കേസ് യഥാർത്ഥത്തിൽ ചാർജ് ചെയ്ത വകുപ്പുകളുടെ ആ രീതിക്കനുസരിച്ചുള്ള വാദം കോടതി. ശരിയാണ്, രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ട് കോടതി ഒരു കാര്യം തീരുമാനിക്കുക എന്ന് പറയുന്നത് അത് ഒരിക്കലും ഉചിതമായ ഒരു വിഷയമല്ല. അത് എന്ത് കേസിലായാലും എന്ത് വിഷയത്തിലായാലും. പക്ഷേ ബിജെപിയുടെ നോർത്ത് ഇന്ത്യയിൽ അടക്കം BJPയുടെ പ്രഖ്യാപിത നിലപാട് ഈ മതപരിവർത്തനത്തിനെതിരെ, നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ കർക്കശമായ നിലപാടെടുക്കുമെന്നാണ്. ഛത്തീസ്ഗഡ് BJPയുടെ ഇന്നലത്തെ പോസ്റ്റ്, അവിടുത്തെ ബസ്തറിലെ MP ഒക്കെ വളരെ ശക്തമായ നിലപാടാണ് എടുക്കുന്നത്. അതേസമയമാണ് കേരളത്തിലെ BJP നേതാക്കൾ അരമനകളിൽ എത്തുന്നു, ബിഷപ്പുമാരെ കാണുന്നു. അനൂപ് ആന്റണി, രാജീവ് ചന്ദ്രശേഖർ ഒക്കെ ഇന്നലെ ദുർഗിലേക്ക് എത്തുന്നു, അവരെ കാണുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ വണ്ടിയിൽ തന്നെയാണ് കന്യാസ്ത്രീകളെ കോൺവെന്റിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് കാണുമ്പോൾ വോട്ടിന് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ നാടകം, അതെല്ലാവരും ആ നിലയ്ക്ക് ഒരു നാടകം കളിക്കുന്നു എന്ന് സാധാരണ മനുഷ്യർക്ക് തോന്നുന്ന പ്രതീതിയായിരുന്നു ഇന്നലത്തെ ദുർഗിലെ മുഴുവൻ കാഴ്ചകളും. അപ്പോൾ BJP പിന്നെ എന്തിന് ആ നിലയിലൊരു നിലപാടെടുക്കണം? RSS അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾക്ക് അതിനോട് വിരോധമുണ്ടെങ്കിൽ. അല്ല, ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയ്ക്ക് BJP ഈ പറയുന്ന രീതിയിൽ ക്രൈസ്തവ കന്യാസ്ത്രീകളെ സഹായിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ അതിന് വേണ്ട നടപടികൾ എടുക്കുന്നതോ ഒന്നും ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞാൻ അതിനെ വിമർശിക്കുന്നില്ല. ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഓൾ ഇൻക്ലൂസീവായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു സംഘടനയാണ്, പ്രസ്ഥാനമാണ്. അവർക്ക് ഒരു പൊളിറ്റിക്കൽ താല്പര്യം ഉണ്ടാകാം. അതിന്റെ ആ അടിസ്ഥാനത്തിൽ ഞാൻ അതിന് ഒരു ഡിസ്കൗണ്ട് നൽകാനായിട്ട് തയ്യാറാണ്. എന്റെ പോയിന്റ്, ഈ തരത്തിലൊക്കെ പ്രവർത്തിക്കുമ്പോഴും കോടതി നടപടികളിലേക്ക് ഇടപെട്ട് ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുന്ന തരത്തിൽ പ്രോസിക്യൂഷനെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഐ ഡോണ്ട് നോ, അത് നിഷേധിക്കേണ്ടതോ അല്ലെങ്കിൽ അതിന് തടയേണ്ടതോ അല്ലെങ്കിൽ അങ്ങനെ ഇല്ല എന്ന് പറയേണ്ടത് അതിന്റെ ബന്ധപ്പെട്ടവരാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു തെറ്റായ പ്രസിഡന്റ് ആണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് എന്റെ പോയിന്റ്. ഞാൻ മെറിറ്റിനെ കുറിച്ച് മാത്രമേ പറയാൻ തയ്യാറുള്ളൂ. ഞാൻ നിങ്ങൾ പറയുന്ന പോലുള്ള പൊളിറ്റിക്കൽ വിഷയങ്ങളെ കുറിച്ച് ഒന്നും. പക്ഷേ ഇത് ശ്രീ ആർ വി ബാബു, അങ്ങ് മെറിറ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ വിഷയം തന്നെയാണല്ലോ. ഇപ്പോൾ അങ്ങയുടെയൊക്കെ പോസ്റ്റിന്റെ കീഴിലാണെങ്കിലും മറ്റു പല ഫേസ്ബുക്ക് കമന്റുകളിലും അല്ലെങ്കിൽ പോസ്റ്റുകളും ഒക്കെ വരുന്നത് ഇതിന് BJPക്ക് വേണ്ട തിരിച്ചടി ഒരു തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുപക്ഷെ കിട്ടിയേക്കാം. ഒരു ഭാഗത്തെ വോട്ട് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ മറുഭാഗത്തെ വോട്ട് നഷ്ടപ്പെടുമെന്നൊക്കെയാണ് ചിലർ പ്രതികരണങ്ങൾ നടത്തുന്നത്. ഇതെല്ലാം ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നടപടികളൊക്കെ തന്നെയാണല്ലോ പലപ്പോഴും പല രാഷ്ട്രീയ പാർട്ടികളും എടുക്കാറ്. അതൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്ന വിഷയമാണ്. എത്ര അല്ല എന്ന് പറഞ്ഞാലും അതിനുവേണ്ടി തന്നെയാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ സജീവമായി ഇടപെടുന്നത്. അപ്പോൾ എന്തുകൊണ്ട് BJP അങ്ങനെ ചെയ്തു? നോർത്ത് ഇന്ത്യയിൽ വളരെ ശക്തമായി വേറൊരു നിലപാടെടുക്കുകയും കേരളത്തിൽ വോട്ടിന് വേണ്ടി ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് കളിക്കേണ്ട ഒരു സാഹചര്യം എന്തിന് BJP ഉണ്ടാക്കി? അതിപ്പോൾ നിങ്ങളെപ്പോലുള്ള അടക്കമുള്ളവർക്ക് പ്രതിഷേധിക്കേണ്ട അല്ലെങ്കിൽ എതിർപ്പ് രേഖപ്പെടുത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് BJP കേരള നേതൃത്വം കൊണ്ടുപോയില്ലേ? നോക്കൂ, BJPയുടെ നിലപാടിനെ ബേസ് ചെയ്തിട്ടോ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പ്രസ്ഥാനത്തിന്റെ നിലപാടുകളെ ബേസ് ചെയ്തിട്ടോ അല്ല ഹിന്ദു ഐക്യവേദി അതിന്റെ നിലപാട് പറയുന്നത്. ഹിന്ദു ഐക്യവേദി ഒരു സ്വതന്ത്രമായ സംഘടനയാണ്. അതിന്റെ ബന്ധം സംഘപരിവാർ സംഘത്തോടാണ്, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തോടാണ്. ഹിന്ദു ഐക്യവേദിക്ക് ഹിന്ദു വിഷയങ്ങളെ സംബന്ധിച്ച് സ്വതന്ത്രമായ നിലപാടുണ്ട്, സ്വതന്ത്രമായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് ഒരുപക്ഷെ BJPയുടെ കാഴ്ചപ്പാടുമായി ചേർന്നതാവണമെന്നും നിർബന്ധമൊന്നുമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടുണ്ട്, ആ നിലപാടാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയേണ്ടത് BJP ആണ്. നിങ്ങൾ BJPയോട് ചോദിക്കുക. ഞങ്ങൾ ഈ വിഷയത്തിൽ ഹിന്ദു ഐക്യവേദി സ്വതന്ത്ര സംഘടനയാണെന്നൊക്കെ പറഞ്ഞാലും BJPയും സംഘപരിവാർ സംഘടനകളും ഒക്കെ ആയിട്ടുള്ള ബന്ധം എല്ലാവർക്കും കൃത്യമായി അറിയുന്നതാണ്. പല വിഷയങ്ങളിലുമുള്ള നിലപാടുകൾ RSSന്റെ നിലപാടുകളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് BJPയും എടുക്കാറ്. അപ്പോൾ ഇതിലിങ്ങനെ ഒരു വ്യത്യസ്തത വന്നത്
വോട്ടിന് വേണ്ടി മാത്രം എന്ന വിമർശനം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അങ്ങ് അത് പൊളിറ്റിക്കൽ വേറെയാണ്, ഞാൻ മെറിറ്റ് മാത്രം നോക്കിയാണ് എന്ന് പറയുന്നത്? ഇത് ആത്യന്തികമായി പ്രതിഫലിക്കാൻ പോകുന്നത് BJPക്കുള്ള പിന്തുണ എവിടെയെങ്കിലും കുറയുമോ കൂടുമോ എന്നതിലല്ലേ? BJP ഒരു പൊളിറ്റിക്കൽ പ്രസ്ഥാനമാണ്. കോൺഗ്രസ്, BJP, CPM ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ പൊളിറ്റിക്കൽ നേട്ടം ഉണ്ടാവണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റൊന്നുമില്ലല്ലോ. ഞാനതിനെ തെറ്റ് പറയുന്നില്ല. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും വോട്ട് വേണം, അധികാരം. BJPക്ക് പൊളിറ്റിക്കൽ നേട്ടം ഉണ്ടാകണമെങ്കിൽ അങ്ങടക്കം പ്രവർത്തിക്കുന്ന സംഘടനകളുടെ ഒരു വലിയ പിന്തുണ BJPക്ക് എപ്പോഴും ഉണ്ട്. അത് തുടർന്ന് പോവുകയും വേണമല്ലോ. അപ്പൊ നിങ്ങൾ തന്നെ ഒരു വ്യത്യസ്ത അഭിപ്രായം എടുക്കുമ്പോൾ BJPക്ക് ആ പൊളിറ്റിക്കൽ നേട്ടം ഉണ്ടാവുകയാണോ അതെയോ നഷ്ടപ്പെടുകയാണോ ചെയ്യുന്നത്? അല്ല, ഈ ഒരു വിഷയത്തിന്റെ പേരിൽ വ്യത്യസ്തമായ നിലപാടെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇത്തരം പ്രസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുന്നവർ ഒറ്റയടിക്ക് അവരുടെ പിന്തുണ പിൻവലിക്കുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. നിലപാടുകൾ പറയുമ്പോൾ ആ നിലപാടുകൾ കൃത്യമാണ്. അത് ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ആധാരത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ അഭിപ്രായം പറയുക. അത് ഏതെങ്കിലും പ്രസ്ഥാനത്തിന് ദോഷകരമാവുമോ അല്ലെങ്കിൽ ഗുണമാവോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞങ്ങൾ ശ്രീ ആർ വി ബാബു, ഇപ്പൊ അങ്ങ് വേറൊരു സംഘടനയാണ്. പക്ഷേ ഇപ്പൊ നമുക്കറിയാം ശ്രീ രാധാകൃഷ്ണൻ, ശ്രീ TP സെൻകുമാർ ഇവരുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ BJP കേരള ഘടകമെടുത്ത നിലപാടിനുള്ള വിമർശനം കൃത്യമായി പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ BJPയിൽ തന്നെ നേതൃത്വത്തിനെതിരെ രാജീവ് ചന്ദ്രശേഖറും അല്ലെങ്കിൽ അനൂപ് ആന്റണിയും ഒക്കെ നയിക്കുന്ന നേതൃത്വത്തിനെതിരെ ഒരു വിമർശനാത്മകമായ നിലയിൽ തന്നെയാണ് പലരും അഭിപ്രായം പറയുന്നത്. അപ്പോൾ BJPയിൽ തന്നെ രണ്ട് പക്ഷമുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട് ആളുകളുടെ മുമ്പിൽ. അല്ലെന്നെ, അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ. നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തെ അളവുകോല് വെച്ച്, ആ സ്കെയില് വെച്ച് സംഘപരിവാർ സംഘടനകളെ അളക്കരുത്. സംഘപരിവാർ സംഘടനകൾ ഈ ഏകഛത്രാധിപത്യത്തിൽ ഏകശിലാഖണ്ഡമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിലല്ല. അതൊരു കുടുംബ സങ്കല്പത്തിലാണ്. കുടുംബത്തിലെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം വെച്ച് പുലർത്താനും പ്രകടിപ്പിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അളവുകോല് വെച്ചിട്ട് CPMന്റെ അഭിപ്രായം തന്നെ ആയിരിക്കണം CITUവിന്റെ, SFIയുടെ, DYFIയുടെ എന്നുള്ള നിലപാട് വെച്ചിട്ട് സംഘപരിവാറിനകത്ത് അളക്കരുത്. ഞങ്ങൾക്കൊക്കെ സ്വതന്ത്രമായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഞങ്ങൾ പറയുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ നോർത്ത് ഇന്ത്യയിലടക്കം ഈ നിർബന്ധിത മതപരിവർത്തനം ക്രിസ്ത്യൻ സഭകളൊക്കെ നടത്തുന്നുണ്ട് എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ താങ്കൾ അടക്കമുള്ള സംഘടന? സംശയമില്ല, ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ക്രൈസ്തവ സഭ ഈ തരത്തിൽ സമ്മർദ്ദം ചെലുത്തി ആളുകളെ ഈ മതപ്രചരണം നടത്താൻ ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇന്ത്യയിലെ ഹൈന്ദവ സംഘടനകൾ, അത് കേരളത്തിലായാലും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലായാലും, മതപരിവർത്തനത്തെ ശക്തമായി എതിർക്കുന്ന സമീപനത്തിൽ നിന്ന് ഹൈന്ദവ സംഘടനകൾ ഒരു ഇഞ്ച് പുറകോട്ട് പോവില്ല. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അല്ല, ഒരു കാര്യം കൂടിയുണ്ട്. രാജസ്ഥാനിൽ ഒരു മലയാളി പാസ്റ്റർക്കെതിരെ സമാനമായ കേസുകൾ എടുത്തിട്ടുണ്ട്. അങ്ങോട്ടേക്ക് കേരളത്തിൽ നിന്നുള്ള ഒരു പാർട്ടിയുടെയും കുത്തൊഴുക്ക് നമ്മൾ കണ്ടില്ല, BJPയുടെയും. അല്ല, അതാണ് സെലക്റ്റീവ് ആണല്ലോ. 2021 5 മിഷണറിമാരെ കോൺഗ്രസ് ഗവൺമെന്റ് അകത്തിട്ടപ്പോൾ ആരും പോയില്ലല്ലോ ഇവിടുന്ന്. അല്ല, ആ സെലക്റ്റീവ് രാഷ്ട്രീയം BJPയും കളിക്കല്ലേ? അതെ, രാഷ്ട്രീയമാണ്. ഞാൻ പറഞ്ഞ രാഷ്ട്രീയമാണല്ലോ ഇതെല്ലാം രാഷ്ട്രീയമാണല്ലോ. ഇപ്പൊ ക്രൈസ്തവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഇവിടെ എല്ലാ സംഘടനകളും രംഗത്ത് വന്നു. കോൺഗ്രസും ഇപ്പൊ BJPക്ക് തന്നെ ഈ കാര്യത്തിൽ ഒരു ഓവർ ആക്ട് ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം എന്താണ്? ഇവിടെ BJPയെ ക്രൈസ്തവരിൽ നിന്ന് അകറ്റാനായിട്ട് CPMും കോൺഗ്രസും ആസൂത്രിതമായി ശ്രമിക്കുന്നു എന്ന ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് BJP പറയുന്ന രീതിയിലേക്കൊക്കെ പോയത്. ഞാൻ ചോദിക്കുന്നത്, ക്രൈസ്തവരുടെ ബാക്കി പ്രശ്നങ്ങളിൽ CPMും കോൺഗ്രസും ക്രൈസ്തവരോടൊപ്പം നിന്നിരുന്നു? വഖഫിന്റെ വിഷയത്തിൽ CPMും കോൺഗ്രസും. ശരി, എന്തായാലും ശ്രീ ആർ വി ബാബു, അങ്ങ് ഇത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിമർശനം ഉന്നയിക്കുന്നതെന്ന് പറയുമ്പോൾ ഇതെല്ലാം പൊളിറ്റിക്കലാണ്. നമ്മുടെ കേരളത്തിൽ അടിമുടി എല്ലാം പൊളിറ്റിക്കലാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. ഇതിനുവേണ്ടി രക്ഷപ്പെടുത്താൻ നടത്തുന്ന ശ്രമങ്ങൾ അത് ആരൊക്കെ എന്തൊക്കെ രീതിയിൽ, ഇന്നലെ എല്ലാ ജനപ്രതിനിധികളുടെയും പ്രതികരണങ്ങളൊക്കെ കണ്ടതാണ്. സാധാരണ അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ എല്ലാവരും എന്താണ് പറയുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്യാമറയ്ക്ക് മുൻപിലൊക്കെ ഉള്ള പ്രതികരണങ്ങളൊക്കെ ഒന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. അപ്പോൾ എല്ലാവരും രാഷ്ട്രീയമായി അത് എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് നോക്കട്ടെ. ആർക്കൊക്കെയാണ് ഗുണം ചെയ്യുക അല്ലെങ്കിൽ ദോഷം ചെയ്യുക എന്നൊക്കെ വരുന്ന തെരഞ്ഞെടുപ്പുകളാണല്ലോ ഇതിൻ്റെ ഒരു പ്രതിഫലമായി വരിക. നമുക്ക് തെരഞ്ഞെടുപ്പിലൊക്കെ കാത്തിരുന്ന് കാണാം. വളരെ നന്ദി ശ്രീ ആർ വി ബാബു പ്രതികരണം അറിയിച്ചതിന്. എന്തായാലും സംഘപരിവാർ സംഘടനകളിൽ നിന്ന് തന്നെ BJPയുടെ പ്രത്യേകിച്ചും കേരള നേതൃത്വത്തിൻ്റെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടാൻ നടത്തിയ ശ്രമത്തിൽ സംഘപരിവാർ സംഘടനയിൽ നിന്ന് തന്നെ വലിയ വിമർശനം BJPക്കെതിരെ ഉയരുന്നു എന്നതാണ്. അത് BJP നേതാക്കളുടെ ഇടയിൽ തന്നെ, നേതൃത്വത്തിൽ തന്നെ അത്തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാവുകയും ചെയ്തതാണ്.